നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. റെയിൽവേ പാളം മുറിച്ചുകടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി സ്ത്രീക്ക് ദാരുണാന്ത്യം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിനെത്തിയ കാസർഗോഡ് ആനാശ്ശേരി റോസമ്മയാണ് മരിച്ചത്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം ഇടതുപക്ഷ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഇടപെടൽ മൂലം പ്രതിസന്ധിയിലായതായി ആക്ഷേപം. വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. മുരിങ്ങൂർ ഡിവൈൻ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി ഒരു സ്ത്രീ മരിച്ചു. മറ്റൊരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാസർഗോഡ് ആനാശ്ശേരി ജോൺസന്റെ ഭാര്യ റോസമ്മയാണ് മരിച്ചത്. വടക്കൻ പറവൂർ വടക്കുംപാടൻ തോമസിന്റെ ഭാര്യ ഉഷയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് എത്തിയതായിരുന്നു ഇവർ. അരമണിക്കൂറോളം റെയിൽവേ ട്രാക്കിൽ പരിക്കേറ്റ് കിടന്നതിനു ശേഷം പോലീസ് എത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. 3 പേർ ഒരേ സമയം ട്രെയിൻ മുറിച്ചു കടക്കുന്നതിനിടയിൽ എറണാകുളം ഭാഗത്തു നിന്ന് വന്ന ട്രെയിനാണ് ഇരുവരെയും ഇടിച്ചത്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം ഇടതുപക്ഷ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഇടപെടൽ മൂലം പ്രതിസന്ധിയിലായതായി ആക്ഷേപം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDF-നും വിജയസാധ്യതയുള്ള വാർഡുകൾ അശാസ്ത്രീയമായി വിഭജിച്ച് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഭൂമിശാസ്ത്രപരമായ അതിരുകളോ റോഡുകളോ പാലങ്ങളോ തിരഞ്ഞെടുക്കാതെയും സമ്മതിദായകർക്ക് വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയിലാണ് നിർദ്ദിഷ്ട ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള വാർഡ് വിഭജനം അംഗീകരിച്ചു കൊടുത്താൽ പഞ്ചായത്തിന്റെ അടിസ്ഥാന വികസനം തന്നെ താളം തെറ്റുന്ന അവസ്ഥ വരും. രാഷ്ട്രീയ ഇടപെടലുകൾ അവസാനിപ്പിച്ച് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ വാർഡുകൾ വിഭജിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷ സമര പരിപാടികൾക്ക് രൂപം നൽകുമെന്നും വെള്ളാങ്കല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസമ്മിൽ പറഞ്ഞു. A ചന്ദ്രൻ, EV സജീവ്, KH അബ്ദുൽ നാസർ, സാബു കണ്ടത്തിൽ, AR രാമദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷംസു വെളുത്തേരി, നസീമ നാസർ, MH ബഷീർ, മഞ്ജു ജോർജ്, K കൃഷ്ണകുമാർ, ജാസ്മിൻ ജോയ്, കബീർ കാരുമാത്ര, ജസിൽ പിച്ചത്തറ, സതീശൻ എന്നിവർ സംസാരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷങ്ങളിലും നന്നായി നടത്തണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. നമുക്കൊരു മത്സരാധിഷ്ഠിത സ്വഭാവത്തോടുകൂടി വാർഡുകളിലെ ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് നടത്താം. ഇപ്രാവശ്യം എന്തായാലും ഒരു വർഷത്തെ അപേക്ഷിച്ച് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ക്ലബിന് വാർഡിൽ 5000 രൂപ ട്രോഫി കൊടുക്കാൻ നമുക്ക് ആലോചിക്കാം. അപ്പോ സ്പോർട്സ് മത്സരങ്ങൾ ഇപ്പോൾ നമ്മുടെ എതിരേക്ക് എടുത്തിട്ടുണ്ട്. സ്പോർട്സ് അക്കാദമിയെ കലാമത്സരങ്ങൾ ഇതുപോലെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അന്നമനട എന്ന് പറഞ്ഞ ഒരു കലാഗ്രാമം എന്നാണ് പറയുക. പക്ഷെ മത്സരങ്ങൾക്ക് ആളില്ലാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോ വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ TK സതീശൻ, KA ബൈജു, ടെസി ടൈറ്റസ്, ഷീജ നസീർ, മോളി വർഗീസ്, സൈന എന്നിവർ സംസാരിച്ചു. ഒക്ടോബർ 27 മുതൽ ഡിസംബർ 10 വരെയാണ് കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കായിക മത്സരങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കും. സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്താനും മാനവിക വിചാരങ്ങളെ ഉണർത്തലും ലക്ഷ്യമിട്ട് SYS സംഘടിപ്പിക്കുന്ന മാനവ സഞ്ചാരം നവംബർ 24-ന് തൃശ്ശൂരിലെത്തും. നവംബർ 16-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച മാനവ സഞ്ചാരം SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസരിയാണ് നയിക്കുന്നത്. യാത്ര ഡിസംബർ 1-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഞായറാഴ്ച തൃശ്ശൂരിൽ എത്തുന്ന മാനവ സഞ്ചാരത്തിന്റെ പ്രോഗ്രാമുകൾ രാവിലെ നടക്കുന്ന പ്രഭാത സവാരിയോടെയാണ് ആരംഭിക്കുക. 9 കേന്ദ്രങ്ങളിൽ SYS സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിലാണ് എർലി ബേർഡ്സ് എന്ന പേരിലുള്ള പ്രഭാത നടത്തം സംഘടിപ്പിക്കുന്നത്. രാവിലെ 10 മണിക്ക് സംരംഭകർ, പ്രൊഫഷണലുകൾ എന്നിവരുമായുള്ള ടേബിൾ ടോക്ക് ഹയാത്ത് റീജൻസിയിൽ നടക്കും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ, SYS സംസ്ഥാന സെക്രട്ടറി MM ഇബ്രാഹിം, ഹമീദ് തളിയപ്പാടത്ത്, ഷമീർ എറിയാട, നിസാർ മാസ്റ്റർ കോതച്ചിറ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നടത്തിവരുന്ന 2ാം ഘട്ട സമരം 1 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി സർവകക്ഷി സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തി. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ DYSP ജംഗ്ഷനു പടിഞ്ഞാറ് ഭാഗത്തുള്ളവരുടെ നഗരത്തിലേക്കുള്ള ഏക സഞ്ചാരപാതയായ DYSP ക്രോസിംഗ് ജംഗ്ഷൻ അടയ്ക്കുന്നതിനെതിരെയാണ് സമരം നടക്കുന്നത്. RM പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ചെയർപേഴ്സൺ TK ഗീത, CC വിപിൻ ചന്ദ്രൻ, TP പ്രവേശ്,
ടി.എസ്. സജീവൻ, വി.എം. മൊഹീദ്ദീൻ, വേണു വെണ്ണറ, പി.കെ. സത്യശീലൻ, കെ.കെ. അൻസാർ, പി.ജി. നൈജി, സിദ്ദിഖ്, ഷഫീർ മണപ്പുറം, അരുൺ മേനോൻ, ഡോക്ടർ സുമേധൻ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തഞ്ചിറ മാണിയംകാവ് ശ്രീഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. താലം വരവ്, ദീപാരാധന, ശാസ്താംപാട്ട്, എഴുന്നള്ളിപ്പ്, അന്നദാനം എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. റെയിൽവേ പാളം മുറിച്ചുകടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി സ്ത്രീക്ക് ദാരുണാന്ത്യം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിനെത്തിയ കാസർഗോഡ് ആനാശ്ശേരി റോസമ്മയാണ് മരിച്ചത്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം ഇടതുപക്ഷ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഇടപെടൽ മൂലം പ്രതിസന്ധിയിലായതായി ആക്ഷേപം. വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.